ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വയനാട് ചുരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരത്തിൽ മക്കാമിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചുരത്തിൽ മക്കാമിൽ അന്തിയുറങ്ങുന്ന മഹാനടക്കം നിരവധി മഹത്തുക്കൾ ഈ പരിസരത്ത് അന്തിയുറങ്ങുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മക്ബറകളാണ് ഏറെയും. ഇവിടെയുള്ള മഹാന്റെ പേരും വിവരവും വ്യക്തമായി ആർക്കും അറിയില്ല. മഹാൻ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ ഗുഹയും തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അവർ ഗുഹയിലായിരുന്നു ആ കാലത്ത് ഇബാദത്തിനായി തിരഞ്ഞെടുത്തത്. ശേഷം വഫാത്താവുകയും അവിടെ തന്നെ മറവാടുകയും ചെയ്തു. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് CM വലിയുള്ള അവിടെ എത്തുന്നത്. മഹത്തുക്കൾ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ ഗുഹയിൽ തന്നെ ഇബാദത്തിലായി CM വലിയുള്ള കഴിഞ്ഞുകൂടുകയും അവിടെ താമസിക്കുകയും ചെയ്തു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം CM വലിയുല്ലാഹി മക്കാമും ഗുഹയും ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു. ആ നാട്ടുകാർ CM വലിയുല്ലാഹിയുടെ സമ്മതപ്രകാരം അവിടെ പള്ളി സ്ഥാപിക്കുകയും മക്കാമ് പണിയുകയും ചെയ്തു. എല്ലാ വർഷവും ഏപ്രിൽ 30-നും മെയ് 1-നും CM വലിയുല്ലാഹിയുടെ നിർദ്ദേശപ്രകാരം ഉറൂസ് നടത്തി വരാറുണ്ട്. ഇവിടെ മക്കാമിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മക്കാമിൻ്റെയും പള്ളിയുടെയും സെക്രട്ടറിയായ അബ്ബാസ് ഖാൻ നമ്മോട് വിവരിക്കുന്നതാണ്. ഈ മക്കാമ് ഇവിടെ വെളിവായത് തന്നെ CM വലിയുല്ലാഹിയാണ് ഇവിടെ ഈ മക്കാമ് ഞങ്ങൾക്ക് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇതവിടെ ഏൽപ്പിച്ചു തന്നത്. CM വലിയുല്ലാഹി ഇവിടെ ഒന്നേറെ കാലം ഇവിടെ ഇരുന്നിട്ടുണ്ട്, കൽബത്തിലിരിക്കുകയൊക്കെ ചെയ്ത് വിട്ടാണ്. അങ്ങനെ ഇവിടുത്തെ എല്ലാം വെളിവാക്കിയത് CM വലിയുള്ളതാണ്. പിന്നെ അവരങ്ങനെ ഉറൂസ് കഴിച്ചുകൊണ്ടിരുന്ന ആ കാലത്താണ് അങ്ങനെ വന്നിട്ട് നമുക്കിവിടെ പള്ളിയും കാര്യമൊക്കെ ആയപ്പോൾ നമുക്ക് ഏൽപ്പിച്ചു തന്നത്. നമുക്ക് ഏൽപ്പിച്ചിട്ട് തന്നെ ഏതാണ്ട് ഒരു 40-45 കൊല്ലം കഴിയും. അന്ന് മുതലിങ്ങനെ നടന്നു പോരുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. വളരെ മെച്ചമായിട്ട് തന്നെ എല്ലാ ആൾക്കാർക്കും അതിന് വിശ്വാസമുണ്ട്. വിശ്വാസമുള്ളവർക്ക് മരുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ ശരിക്ക് നല്ല കറാമത്തുണ്ട്. അത് ആൾക്കാർ വളരെ അംഗീകരിക്കുന്നുണ്ട്. അതിന് ആൾക്കാർ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ CM വലിയുള്ളവയുടെ നിർദ്ദേശപ്രകാരം മെയ് 1-ന് ഇവിടെ ഉറൂസുണ്ട്. ഈ വരുന്ന മെയ് 1-നുണ്ട്. അത് ഏപ്രിൽ 30, മെയ് 1 2 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. മെയ് 1 സമാപനമാണ്. അന്ന് നല്ല പണ്ഡിതന്മാരൊക്കെ ഉണ്ടാവും. പിന്നെ കോഴിക്കോട് വലിയ ഖാദി ഉണ്ടാകും. വലിയ ഖാദിയാണ് ഇപ്പോൾ നമ്മുടെ മേൽഖാദി. അവരുടെ അധ്യക്ഷ നേതൃത്വത്തിലാണ് ഇതൊക്കെ ഇപ്പോൾ നടത്തിപ്പോരുന്നത്. പിന്നെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, സാദാത്യങ്ങളുണ്ട്, എല്ലാവരും ഉണ്ടാവും. അങ്ങനെയുള്ള പരിപാടികൾ ഇപ്പോൾ ഈ മെയ് 1-ലേക്കുണ്ട്. അതിന് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പോസ്റ്ററൊക്കെ അടിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഭംഗിയായി നടക്കുമെന്നുള്ള ഇതിൽ തന്നെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എനിക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് ആകില്ല. അപ്പോൾ നല്ല സുഖമില്ല, ആയതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയ ഒരു മക്കാമാണിത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന മക്കാമാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ കൂടുതൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോഴും ആരോഗ്യം അനുവദിക്കുന്നില്ല. സുഖമില്ലാതെയൊക്കെ വന്നിട്ട് ഇപ്പോൾ ഞാൻ സിയാർത്ത് ചെയ്യാൻ വേണ്ടി കയറി വന്നതാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് യോഗം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു അഭിമുഖത്തിൽ നമുക്ക് കാണാം. അതുവരെയും അസ്സലാമു അലൈക്കും.